ഭ്രാന്തായാൽ എന്ത് സുഖം. ഞാൻ ആ പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു. ഇതാണ് പാട്ട്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല. ആ പാട്ടെന്ത് വരിയാണ്? ഭ്രാന്തായാൽ എന്ത് സുഖം. പടച്ചവനെ, നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഓർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഭ്രാന്തായാൽ എന്ത് സുഖമായിരുന്നു. ഈ പെരിന്തൽമണ്ണ അങ്ങാടിയില് മുടി ഇങ്ങനെ ജട പിടിച്ച്, ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്തൻ നടന്നാൽ അവനെ നമ്മൾ ആട്ടിയോടിക്കും. അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും. ചായക്കടയിൽ പോയാൽ ചൂടുവെള്ളം ഒഴിക്കും. സർവരാലും ആട്ടിയോടിക്കുന്ന ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവനെ, അവനെന്ത് ഭാഗ്യവാനാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ അവനെ കബറിൽ ചോദ്യമില്ലല്ലോ. അവന് നാളെ പടച്ചവന്റെ മുമ്പിൽ നിസ്കാരത്തെ കുറിച്ച് ഹിസാബില്ലല്ലോ. പെരിന്തൽമണ്ണ ജുമാ മസ്ജിദില് ബാങ്ക് വിളിക്കുന്ന ആ ഭ്രാന്തം കേട്ടിട്ടുണ്ട്. പക്ഷേ അവൻ ആക്കിലല്ല. അവന്റെ ചെവിയിലത് കേട്ടാലും അവന് നിസ്കാര നിർബന്ധമില്ല. അപ്പുറത്ത് വലിയ കടയും ജൂവലറിയും നടത്തിയ, അല്ലെങ്കിൽ വലിയ തലപ്പാവും കെട്ടി നടന്ന എനിക്കത് ബാധകമാണ്. ഞാൻ നിസ്കരിച്ചില്ലല്ലോ. ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹും അന്നാർ. ഉരുകി ഒലിക്കുന്ന ടാറിന്റെ വസ്ത്രമിട്ട് എന്നെ നരകത്തിലോട്ട് ആട്ടി ഓടിക്കുമല്ലോ റബ്ബേ. ആ ഭ്രാന്തന് ഹിസാബില്ലല്ലോ, അവന് മീസാനില്ലല്ലോ. അവന്റെ പടച്ചവന്റെ മുമ്പിൽ ഒരു സമാധാനവും അവന് പറയേണ്ടി വരില്ലല്ലോ. പക്ഷേ അഹമ്മദ് കബീർ അങ്ങനെയല്ല. ഈ വഅദ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നോ? നീ നിസ്കരിച്ചിരുന്നോ? നിന്റെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തിരുന്നോ? നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നോ? നിന്റെ ഭാര്യയോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചിരുന്നോ? സഹോദരാ, എത്രയെത്ര ചോദ്യങ്ങൾ നേരിടണം. അല്ലാഹുമ്മ ഹസ്ബിനാ ഹിസാബൻ യസീറാ. അല്ലാഹു നമ്മുടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം അല്ലാഹു പേടിയില്ലാതെ സന്തോഷത്തോടെ നിൽക്കാൻ അല്ലാഹുവേ പടച്ചവനെ, വലക്കിഹി മിൻക നളറതൻ വസുറൂറാ. സന്തോഷത്തോടെ അല്ലാഹുവിനെ കണ്ടെത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. നമ്മളവനെ ഭ്രാന്തനെ നാട്ടി ഓടിക്കും. പക്ഷെ